എല്ലാവർക്കും നമസ്കാരം. കൽക്കി എന്ന സിനിമ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 20 കോടിക്ക് മുകളിൽ കളക്ട് ചെയ്ത് വൻ വിജയമായി കൊണ്ടിരിക്കുകയാണ്. അപ്പോ ഈ ഒരു സിനിമ 500 കോടിക്ക് മുകളിൽ ഏകദേശം 700 കോടിക്ക് അപ്പുറത്തേക്ക് ടോട്ടൽ കളക്ഷൻ വാരിയെന്നാണ് റിപ്പോർട്ടുകൾ. സോഷ്യൽ മീഡിയയിൽ കൽക്കിയുടെ തരംഗം തുടർന്നുകൊണ്ടിരിക്കെ അതുമായി ബന്ധപ്പെട്ട വാർത്തകൾക്കും ഏറെ പ്രാധാന്യമുണ്ട്. സിനിമ കാണാനായി മറ്റൊരു നാട്ടിൽ നിന്ന് ഒരു അതിഥി നമ്മുടെ നാട്ടിലേക്ക് വന്നതും അതുമായി ബന്ധപ്പെട്ടതുമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രതിപാദിപ്പിക്കുന്നത്. ആരാധകരുള്ള നടനാണ് പ്രഭാസ്. ഇന്ത്യയിൽ മാത്രമല്ല വിദേശത്തും അദ്ദേഹത്തിന് ആരാധകരുണ്ട്. കൽക്കി 2898 AD എന്ന സിനിമ കാണാൻ ജപ്പാനിൽ നിന്ന് പോലും ആരാധകർ ഇന്ത്യയിൽ എത്തിയിരിക്കുകയാണ്. പ്രഭാസിന്റെ ആരാധക വൃന്ദം എത്ര വലുതാണ് എന്നതിന്റെ തെളിവാണിത്. നിലവിൽ ഈ ചിത്രങ്ങൾ വൈറലായിരിക്കുകയാണ്. ജപ്പാനിൽ നിന്ന് 3 യുവതികളാണ് ഹൈദരാബാദിൽ എത്തിയിരിക്കുന്നത്. ഇവർ തിയേറ്ററിന് മുന്നിൽ കൽക്കി പോസ്റ്ററും പിടിച്ചു നിൽക്കുന്ന ചിത്രങ്ങളാണ് പുറത്തു വന്നത്. സിനിമ കണ്ട ശേഷം മാധ്യമങ്ങളോട് ഇവർ സന്തോഷവും പങ്കുവച്ചു. അതിനുശേഷമാണ് മൂവരും ജപ്പാനിലേക്ക് മടങ്ങിയത്. ജപ്പാനിൽ പ്രഭാസിന് ആരാധകരുള്ളതിന് ഒരു കാരണമുണ്ട്. നേരത്തെ ബാഹുബലി 2 എന്നീ സിനിമകൾ ജപ്പാനീസ് ഭാഷയിലേക്ക് ഡബ് ചെയ്തിരുന്നു. അവിടെ ഈ സിനിമകൾ കണ്ടവർ പ്രഭാസിന്റെ വലിയ ആരാധകരാണ്. ഈ കാരണത്താലാണ് പ്രഭാസിന്റെ സിനിമ കാണാൻ അവിടെ നിന്ന് ഇന്ത്യയിലേക്ക് എത്തിയത് എന്നാണ് ഇവർ പറയുന്നത്. നേരത്തെ ജൂനിയർ NTRന്റെ ജന്മദിനം ആഘോഷിക്കുന്ന ജപ്പാന്റെ വീഡിയോയും വൈറലായിരുന്നു. RRR എന്ന സിനിമ കണ്ട് ആരാധകരായവരും ഒരുപാടുണ്ട്. എന്തായാലും നമ്മുടെ സിനിമയ്ക്ക് മറ്റു നാടുകളിലും നല്ല സ്വീകാര്യത ലഭിക്കുന്നു എന്നത് ഒരു നല്ല സന്തോഷ വാർത്ത തന്നെയാണ്. കാരണം ഇനിയും നമ്മുടെ സിനിമകൾ പ്രത്യേകിച്ച് ബോളിവുഡിൽ നിന്നല്ലാതെ സൗത്ത് ഇന്ത്യയിൽ നിന്ന് തന്നെ വലിയ സിനിമകൾ റിലീസാവുകയും ഭാഷയ്ക്ക് അതീതമായി സിനിമകൾക്ക് വൻ വിജയങ്ങൾ കരസ്ഥമാക്കാൻ സാധിക്കുന്നതും ഒരു വലിയ തുടക്കമാണ്. അത് ഉണ്ടാക്കുന്നത് ഇന്ത്യക്ക് ഗുണകരമാകും. എങ്ങനെയെന്ന് ചോദിച്ചാൽ ടാക്സിന്റെ തരത്തിലും വലിയ ബിഗ് ബഡ്ജറ്റിലുള്ള സിനിമകൾ എടുത്ത് ഹോളിവുഡിനെ കടപിടിക്കുന്ന തരത്തിൽ വലിയ ബഡ്ജറ്റിൽ വലിയ ക്യാൻവാസിൽ സംവിധായകരെ ആ രീതിയിൽ ചിന്തിപ്പിക്കാൻ ഈ വിജയങ്ങൾ അവരെ ധൈര്യപ്പെടുത്തും. എന്താണ് നിങ്ങൾക്ക് ഈ സിനിമയെ കുറിച്ച് പറയാനുള്ളത്? അത് കമന്റായിട്ട് രേഖപ്പെടുത്തും. മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം.